ദിലീപും പൾസർ സുനിയും ബാലേന്ദ്രകുമാറും അനൂപും കൂടിയാണ് ചുമന്ന സ്വിഫ്റ്റിൽ ഇയാളെ എവിടേക്ക് കൊണ്ടാക്കി കൊടുത്തത്, ബസ് സ്റ്റോപ്പിൽ കൊണ്ടുകൊടുത്തത്. അപ്പോൾ പണത്തിൻ്റെ ഒരു കെട്ട് ആളുടെ ഉണ്ടായിരുന്നു. ലാൽ ക്രിയേഷൻസിൻ്റെ ഡ്രൈവർമാരെന്നല്ലേ നിങ്ങൾക്കറിയണത്. അതിലെ പങ്കാളി ആരാണെന്നറിയാമോ? പാർട്ട്ണർ ദിലീപ. മനസ്സിലായില്ലേ? ലാലിന്റെ വീട്ടിലാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ പോയിട്ടുള്ള കാറ് ലാലിന്റെ മകന്റെ കാറാണ് പോയത്. ഈ ലാല് കേസിൽ സാക്ഷിയാണോ? അല്ല. ഞാൻ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട PT തോമസ് ആയിട്ട് സംസാരിച്ചിരുന്നു. ലാലി കേസിന് സാക്ഷിയല്ല. ലാലിന്റെ മകനെ സംബന്ധിച്ച് ഇതിനകത്ത് ചോദ്യം ചെയ്തിട്ടില്ല. അയാളുടെ കാറിലാണല്ലോ പോയത്. സാധാരണ ഇപ്പൊ വേറെ എന്റെ ആതിരയുടെ കാറാണെന്നിരിക്കട്ടെ, നമ്മളെ വിളിച്ച് ചോദ്യം ചെയ്യുമല്ലോ പോലീസ്. അതെ, ഇതങ്ങനെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടോ? ദിലീപിന്റെ പക്ഷമാണ് ഞാൻ എന്ന് എനിക്ക് ആ ഒരു സമയത്ത് ബോധ്യം വന്നു. ഹി വാസ് നോട്ട് ഇൻവോൾവ് ഇൻ ദിസ്. ഈ കേസിനകത്ത് പ്രതി അല്ലാത്ത ഒരു വ്യക്തിയെ കുടുക്കിയതാണ് എന്നുള്ള എൻ്റെ ഉത്തമ ബോധ്യത്തിൽ, എൻ്റെ ഒരു ആസ് എ പോലീസ് ഓഫീസർ ഞാൻ അന്വേഷിച്ചതും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതും ഞാൻ കണ്ടുപിടിച്ചതുമായിട്ടുള്ള വസ്തുതകൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ പറയണമല്ലോ എനിക്ക്. അപ്പം അങ്ങനെ ആ ഒരു സമയമായി എന്നപ്പോൾ ഞാനത് പറയണോ വേണ്ടയോ? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നടിയെ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ അകത്ത് 2ാം പ്രതി മാർട്ടിൻ ഒരു അപ്പീൽ കൊടുക്കുന്നുണ്ട്. എൻ്റെ ശിക്ഷാ കാലാവധി കുറയ്ക്കണം, അതായത് 8ാം പ്രതിയെ വെറുതെ വിട്ടതുപോലെ, ഗൂഢാലോചനയൊന്നുമില്ല, അത് വെറുതെ വിട്ടതുപോലെ എന്നെയും അതുപോലെ വിടണം, ഞാനും ഈ ഗൂഢാലോചനയിൽ പങ്കാളിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാർട്ടിനും അപ്പീൽ കൊടുക്കുന്നുണ്ടെന്നാണ് ഇന്നലെയൊക്കെ ന്യൂസിലൊക്കെ കേട്ടു. മിക്കവാറും പൾസർ സുനിയും ഇതുപോലെ ഞാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് പൾസർ സുനിയും കൊടുക്കും. അതിജീവിതയാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവരെ കുറ്റപ്പെടുത്തിയിട്ട് പറയാനും ചാൻസ് ഉണ്ട്. കാരണം വാദി പ്രതിയാവുന്ന കാലമാണ്, അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും അവരുടെ കൂടെ നിൽക്കുന്നത്. പക്ഷേങ്കിൽ ഇങ്ങനെ ഓരോ പ്രതികളും അവരുടെ ശിക്ഷാ കാലാവധിയൊക്കെ കുറച്ച് പുറത്തു വന്നു കഴിഞ്ഞാൽ അവർ ഇത്രയും നാൾ പോരാടിയതിന് എന്തർത്ഥമാണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാർട്ടിൻ്റെ ഒരു വീഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് മാർട്ടിൻ പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മനഃപൂർവ്വം പെടുത്തിയതാണ്, പിന്നെ ഈ കുറ്റകൃത്യം നടക്കുമ്പോൾ താൻ വണ്ടിയിലില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആരെങ്കിലും എഴുതി കൊടുത്തിട്ട് പറഞ്ഞാണോ എങ്ങനെയാണോ ഒന്നും അറിയില്ല. അതൊക്കെ ഒരു കൃത്യമായിട്ടുള്ളൊരു ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സത്യം പുറത്തു വരും. പക്ഷേ എന്ത് തന്നെയാലും ഇപ്പോൾ ഇതിൻ്റെ പ്രതികളായ 5ാം പ്രതി 6ാം പ്രതിയും ഓൾറെഡി അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ശിക്ഷാ കാലാവധിയും കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പൾസർ സുനി ഓൾറെഡി 8 വർഷത്തോളം കിടന്നു. ഇനി 10-12 വർഷത്തോളം കൂടി കഴിഞ്ഞാൽ പൾസർ സുനിയും പുറത്തേക്ക് ഇറങ്ങും. മിക്കവാറും പൾസർ സുനിയും അപ്പീൽ പോകാൻ ചാൻസ് ഉണ്ട്, ശിക്ഷാ കാലാവധി കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. ഇത്രയൊക്കെ ആയിട്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പൾസർ സുനിയെ ശരിക്ക് നുണപരിശോധനയ്ക്ക് വിധേയനാക്കി കഴിഞ്ഞാൽ സത്യം പുറത്തു വരില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ്. എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. പക്ഷേ ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. ഞാൻ വീഡിയോസിലൊക്കെ കേട്ടതാണ്. നുണപരിശോധനയ്ക്ക് തയ്യാറാണ്, അല്ലെങ്കിൽ CBI കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെയാണെങ്കിൽ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയാൽ പോരായിരുന്നു ദിലീപിനെ ആയാലും, അല്ലെങ്കിൽ പൾസർ സുനിയാണല്ലോ കുറ്റകൃത്യം ചെയ്തത്. അപ്പോൾ ആ പൾസർ സുനിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ടെങ്കിൽ സത്യം തെളിയില്ലേ? അപ്പോൾ സത്യം തെളിയരുത് എന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാവില്ല, അത് ജീവിതത്തിൽ നീതി കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടോ അറിയില്ല. ആരോ ഇതിൻ്റെ പുറകെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അവർക്ക് നീതി കിട്ടരുത് എന്ന് നല്ലവണ്ണം ആഗ്രഹിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ നീതി കിട്ടണമെന്നാണ്. കാരണം അന്ന് നല്ല രീതിയിൽ തന്നെ ആ പൾസർ സുനിയെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്കിപ്പോൾ നീതി കിട്ടിയേനെ. ഇത്രയും വർഷം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നും വരില്ലായിരുന്നു. പക്ഷേങ്കിൽ അതെന്തോ നടന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ലാൽ ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ അതിജീവിതയുടെ വക്കീലൊക്കെ പറയുന്നുണ്ട് ദിലീപ് അതിൽ പാർട്ട്ണറാണ് എന്നൊക്കെ. പക്ഷെ അങ്ങനെ പാർട്ട്ണറാണെങ്കിൽ അതും അന്വേഷിക്കേണ്ട കാര്യം തന്നെയായിരുന്നില്ലേ? കോടതിയിൽ അതിനെക്കുറിച്ചിട്ടൊന്നും ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നും ഇവർ സമർപ്പിച്ചിട്ടില്ല. ഇവർ കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തിയതാണെങ്കിൽ ആ തെളിവൊക്കെ കോടതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടി നല്ല രീതിയിൽ പോയേനെ. പക്ഷേ ഒരു തെളിവും ദിലീപിനെതിരെ ഇല്ലാത്തതുകൊണ്ട് ദിലീപാണ് കുറ്റവാളി എന്ന് പറയാനും കഴിയില്ല. ഇപ്പോൾ സത്യം ഏതാണ് കള്ള ഏതാണെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇതിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അതിജീവിതയുടെ വക്കീലാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് ലാൽ ക്രിയേഷൻ്റെ അകത്ത് ദിലീപ് പാർട്ട്ണറാണ് എന്നൊക്കെ. എന്താ സത്യമാണോ അല്ലയോ ഒന്നും അറിയില്ല. പിന്നെ ലാലിൻ്റെ മകനെ ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് അവരെന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്ന്. അതൊരു ചോദ്യം തന്നെയാണ്. അവരുടെ വണ്ടിയാണ് വിട്ടയച്ചത്, അവരുടെ ഡ്രൈവറായിരുന്നു മാർട്ടിൻ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു അന്വേഷണവും അതും നടന്നിട്ടൊന്നും കണ്ടില്ല. എന്ത് തന്നെയാലും ആദ്യം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ആദ്യം കേൾക്കാം. അതിനെക്കുറിച്ച് ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കേൾക്കൂ, അതിനുശേഷം നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം പറയാം.
ഇത് ബാലേന്ദ്രകുമാറാണ് പറയുന്നത്. പ്രോസിക്യൂഷൻ ഏറ്റവും പ്രധാനമായിട്ട് ആശ്രയിച്ചിരുന്ന സാക്ഷി PW222 ആണ് പറയുന്നത് ഈ ദൃശ്യങ്ങൾ ലാൽ മീഡിയയിൽ എത്തിയിരുന്നു എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇതിൻ്റെ ശബ്ദം ആംപ്ലിഫൈ ചെയ്തതെന്നാണ് പറയുന്നത്. ഇത് പറയാൻ കാരണം ഞാൻ അതിൻ്റെ ക്രോണോളജി പറയാം. അതായത് ബാലേന്ദ്രകുമാർ 2021 ജനുവരി 25 വെളിപ്പെടുത്തൽ നടത്തിയ ശേഷം അയാളുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പുതിയ കേസെടുത്ത് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചു, പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ദിലീപ് ശ്രമിച്ചു എന്നുള്ള പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസും പഴയ കേസിലും തുടരന്വേഷണം ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ബാലേന്ദ്രകുമാർ പറയുന്നത് ഇത് 15/11/2017, അതായത് ദിലീപ് അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമുള്ള ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ ദിലീപിനെ വീട്ടിൽ വെച്ച് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ താൻ സാക്ഷിയായിരുന്നു എന്ന് പറയുന്നത്. ദിലീപ് കുടുംബസമേതം ഈ ദൃശ്യങ്ങൾ വീട്ടിലിട്ട് കണ്ടു എന്ന് പറയുന്നത്. പക്ഷേ അതിന് യാതൊരു തെളിവും അയാൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ കോടതി ചോദിക്കുന്നുണ്ട്, നടിയെ ആക്രമിച്ച സംഭവത്തിന് തൊട്ടു പിന്നാലെ പൾസർ സുനി ഈ ദൃശ്യങ്ങൾ ലക്ഷ്യയിൽ, കാവ്യ മാധവന്റെ കടയെ ലക്ഷ്യയിൽ എത്തിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് 22/2/2017 അതായത് 2017 ഫെബ്രുവരി മാസം തന്നെ ദിലീപിന്റെ വീട്ടിൽ ഈ ദൃശ്യങ്ങൾ നിങ്ങൾ പ്രോസിക്യൂഷൻ പറയുന്നത് പ്രകാരം തന്നെ എത്തിയിരുന്നുവെങ്കിൽ പിന്നെ എന്തിന് 11ാം മാസം ഇവരെ ദിലീപ് കാത്തിരുന്നിട്ട് ഈ ബാലേന്ദ്രകുമാറിന്റെ സാന്നിധ്യത്തിൽ ഇത് കുടുംബസമേതം കാണാൻ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് അന്ന് ബാലേന്ദ്രകുമാറിന്റെ മൊഴിയിൽ പറഞ്ഞ ദിലീപ് വളരെ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരുന്നു. ദിലീപും ഈ ദൃശ്യങ്ങൾക്കായി ബാലേന്ദ്രകുമാർ ഉള്ളപ്പോൾ വീട്ടിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ A15 ഇതിൽ പിന്നീട് പ്രതി ചേർക്കപ്പെട്ട ശരത് എന്ന് പറഞ്ഞ സാക്ഷിയാണ് ഈ ദൃശ്യങ്ങളുമായി വരുന്നു. അവരൊരുമിച്ചിരുന്ന് കാണാൻ പോകുന്നു കുടുംബസമേതം. അപ്പോൾ ബാലേന്ദ്രകുമാർ അടുത്ത് കാണുന്നു എന്ന് ചോദിക്കുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോൾ പൾസർ സുനിയുടെ ക്രൂരകൃത്യങ്ങൾ എന്ന് പറയുന്നു. പറഞ്ഞ് ദിലീപ് അതിരുന്ന് കാണുന്നു. ഇദ്ദേഹം ബാലേന്ദ്രകുമാർ ഞാൻ കാണാൻ കൂട്ടാക്കിയില്ല എന്നാണ് ബാലേന്ദ്രകുമാർ പറയുന്നത്. പക്ഷേ ഹി ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് ദ വോയിസ് ഇൻ ദ വീഡിയോ വാസ് ആംപ്ലിഫൈഡ് അറ്റ് ലാൽ മീഡിയ എന്ന് പറയുന്നത്. നമുക്കറിയാം എറണാകുളത്തുള്ള നടന നിർമ്മാതാവുമായ ലാലിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ഈ ലാൽ മീഡിയ, എഡിറ്റിംഗ് സ്റ്റുഡിയോ ആണ്. അവിടെ ഇതിൻ്റെ ഓഡിയോ ആംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഓഡിയോ വളരെ ഫീബിളായിരുന്നു, വളരെ ലെവൽ താന്നായിരുന്നു ഓഡിയോ ഇരുന്നത്. അത് ഓഡിയോ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി അവിടെ എത്തിച്ചു എന്നാണ് PW222 ബാലേന്ദ്രകുമാർ പറയുന്നത്. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതി ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഈ ബാലേന്ദ്രകുമാറിന്റെ ഈ മൊഴിയുടെ മേൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പലസ് കോടതിയിൽ പറയുന്നത്. ഇതിൻ്റെ അകത്ത് പറയുന്നത് ലാൽ ക്രിയേഷൻ്റെ അവിടെ പോയിട്ട് ഓഡിയോ ഒക്കെ കറക്റ്റ് ചെയ്തു അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവരെയും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട്. ആ പറയുന്നതിനോടുകൂടി അത്ര എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ദിലീപിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവരെ കുടുംബസമേതം എല്ലാവരും കാത്തിരിക്കുകയാണ്. ദിലീപ് വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ആ ഒരു വീഡിയോ രസിച്ച് കാണാൻ വേണ്ടിയിട്ട്, അത്ര രസിച്ച് കാണേണ്ട വീഡിയോ ആണോ? ആ പൾസർ സുനി ചെയ്ത ക്രൂരകൃത്യം അതൊരു സിനിമയാണെന്നാണ് വിചാരം. സിനിമ കാണാൻ കാത്തിരിക്കുന്നത് പോലെ നിൽക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. അതും കുടുംബസമേതം, അവിടെ ദിലീപിൻ്റെ അമ്മയായാലും ഭാര്യയായാലും സഹോദരൻ്റെ ഭാര്യ, അവരൊക്കെ കുട്ടികൾ, അവരൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അവരോടൊക്കെ മുന്നിൽ വെച്ച് കുടുംബസമേതം കണ്ടു എന്നാണ് പറയുന്നത്. അത് അത്ര ശരിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പറഞ്ഞത്. കാരണം അങ്ങനെ ദിലീപ് അതിൽ പങ്കാളിയോ മറ്റോ ആയിരുന്നെങ്കിൽ തന്നെ അതൊരിക്കലും എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടൊന്നും കാണുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ അതിനൊന്നും തെളിവുമില്ല. കണ്ടു എന്നുള്ളതിനും തെളിവില്ല. വാക്കാലെ പറയുന്ന തെളിവുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ തെളിവ് വേണമായിരുന്നു. ഒരു തെളിവുമില്ല. പിന്നെ ഇത് കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റിയ സംഭവമാണല്ലോ. അയാൾ എന്തൊരു ഈസിയിലാണ് പറയുന്നത്. അതെന്താ സിനിമയോ അല്ലെങ്കിൽ കോമഡി സീനോ മറ്റോ ആണോ ഇങ്ങനെ കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റിയത്? എന്ത് തന്നെയാലും അതിജീവിതയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഇപ്പോൾ കൂടുതലും വിഷമം വരുന്നത്. കാരണം അവർ 8 വർഷത്തോളമായി ഇതിൻ്റെ പുറകെ നടക്കുന്നത്. അവർക്ക് നീതി എത്രയും പെട്ടെന്ന് കിട്ടണം എന്നുള്ളൊരാഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത്. അതാണ് എല്ലാവരും അവർക്കൊപ്പം എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ നല്ലൊരു രീതിയിലൊരു അന്വേഷണം നടക്കാത്തത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇപ്പോഴും നീതി കിട്ടാത്തത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു നല്ലൊരു അന്വേഷണം നടന്ന് അവർക്ക് നീതി കിട്ടണം എന്നാണ്. പിന്നെ ദിലീപ് 85 ദിവസത്തോളം ജയിലിൽ കിടന്ന ടൈം അവിടെ ഉണ്ടായിരുന്ന ശ്രീലേഖ IPS എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതാണ് ഞാൻ പോയി ദിലീപിനെ ഇങ്ങനെ കരിക്ക് കൊടുത്തത്, മെത്ത കൊടുത്തത് എന്നൊക്കെയുള്ള അപവാദങ്ങൾ വന്നു. സ്പെഷ്യൽ ഫുഡ് കൊടുത്തു എന്നുള്ള അപവാദം വന്നു. അതിനുശേഷം ദിലീപും ഞാനും തമ്മിൽ പഴയ ബന്ധമുണ്ട് എന്ന് ഒരുപാട് പൈസ വാങ്ങിച്ചു. ഒരു വാട്സാപ്പ് ചാറ്റ് തന്നെ പുറത്തു വന്ന് പോലീസ് ലീക്ക് ചെയ്ത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോൾ ദിലീപിന്റെ പക്ഷമാണ് ഞാൻ എന്ന് എനിക്ക് ആ ഒരു സമയത്ത് ബോധ്യം വന്നു. ഹി വാസ് നോട്ട് ഇൻവോൾവ് ഇൻ ദിസ്. ഈ കേസിനകത്ത് പ്രതി അല്ലാത്ത ഒരു വ്യക്തിയെ കുടുക്കിയതാണ് എന്നുള്ള എൻ്റെ ഉത്തമ ബോധ്യത്തിൽ, എൻ്റെ ഒരു ആസ് എ പോലീസ് ഓഫീസർ ഞാൻ അന്വേഷിച്ചതും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതും ഞാൻ കണ്ടുപിടിച്ചതുമായിട്ടുള്ള വസ്തുതകൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ പറയണമല്ലോ എനിക്ക്. അപ്പം അങ്ങനെ ആ ഒരു സമയമായി എന്നപ്പോൾ ഞാനത് പറയണോ വേണ്ടയോ? കേസ് നിൽക്കുകയല്ലേ, കേസ് തീർന്നിട്ട് പോരേന്ന് വെച്ചാൽ എനിക്ക് ഈ കേസ് തീരാൻ പോണില്ല എന്ന് എനിക്കറിയായിരുന്നു. അതിങ്ങനെ മനഃപൂർവ്വം ഡ്രാഗ് ചെയ്ത് ഏതറ്റം വരെയും തീർത്ത് കഴിഞ്ഞാൽ പൊളിയുമല്ലോ. ചീട്ടുകൊട്ടാരം കെട്ടിപ്പൊക്കിയത്
തീർന്നു കഴിഞ്ഞാൽ ഇത് വെറും കെട്ടിപ്പൊക്കിയതാണെന്ന് അറിഞ്ഞാൽ എല്ലാം പൊളിയത്തില്ല. എത്ര പേർക്ക് അത് ഈ നവവാദം കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അവരത് സമ്മതിക്കില്ല. ഈ ചെയ്തവരെല്ലാവരും അത് പരമാവധി നീട്ടി കൊണ്ടുപോകാനേ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു കാലത്ത് തീരാൻ പോണില്ല എന്നുള്ള ഇപ്പം ഇത്രയും വർഷമായി, 7 വർഷമായി. കുറേ നാളും 4 വർഷം ഇപ്പം തീരും, നാളെ തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ എനിക്കറിയായിരുന്നു ഇത് ആ സമയത്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് തീരാൻ പോണില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ള സമയമായി ഇങ്ങനെ ഒരു ഉൾവിളി വന്നപ്പോഴാണ് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ആ വീഡിയോ ചെയ്തത് ഒരു ഉദ്ദേശം അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദിലീപിനെ ഇതിൽ പെടുത്താൻ വേണ്ടിയിട്ട് തന്നെ ചെയ്തതാണ്, ഇത് മുന്നോട്ട് പോവില്ല എന്നൊക്കെ എനിക്കറിയാം. അവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചിട്ടൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ആരോ അവരെ ഫോൺ കൊണ്ട് കൊടുത്തതും, കാരണം സെല്ലിൽ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അത് അവർ ഫുൾ ചെക്ക് ചെയ്തിട്ടേ അതിൻ്റെ അകത്തേക്ക് കയറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഏതോ ഒരു പോലീസുകാരൻ പൾസർ സുനിയെ സ്വകാര്യം എന്തോ പറയുമ്പോൾ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ട്. 3 വർഷം മുന്നേ ആയിട്ടും പറഞ്ഞതാണ്. പക്ഷേ അങ്ങനെയുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അന്വേഷണം വേണ്ട. ആരാണ് ഇവർക്ക് സപ്പോർട്ട്? പൾസർ സുനിക്കൊക്കെ അവിടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം പുറത്തിറങ്ങിയിട്ടൊക്കെ നടക്കുന്ന ലൈഫും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ. അതായത് പൾസർ സുനിക്ക് ഇതിനു വേണ്ടിയിട്ട് വക്കീലിനെ വെക്കുന്നതായാലും ഒക്കെ ചെയ്യുന്നത് ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ആളെ പിടികിട്ടും. പക്ഷെ അതൊന്നുമുള്ളൊരു അന്വേഷണമില്ല, വെറും ദിലീപിൻ്റെ പുറകെ മാത്രമാണ് പോകുന്നത്. അങ്ങനെ പോകുന്നതുകൊണ്ടുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകെ വേറെ ആരെങ്കിലും ആണെങ്കിൽ ആ പ്രതി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ നീണ്ടു പോകും, അത് ജീവിതയ്ക്ക് നീതിയും കിട്ടില്ല, ദിലീപിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനും കഴിയില്ല, നിരപരാധിയാണെങ്കിലാണ്. പക്ഷേ അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും നല്ലൊരു അന്വേഷണം വന്ന ശേഷം കൃത്യം ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിച്ചിട്ട് അതിജീവിതയ്ക്ക് എത്രയും പെട്ടെന്ന് നീതി വാങ്ങിച്ചു കൊടുക്കണം